സർക്കാരിന് ഏറ്റവും പുതിയ അറിയിപ്പ്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും സന്തോഷ വാർത്ത പുറത്തു വരുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്രിസ്മസ് പ്രമാണിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. ശമ്പളം, ക്ഷേമ പെൻഷൻ വിതരണം, മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ എന്നീ ആവശ്യങ്ങൾക്കായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. ഡിസംബർ 3 ചൊവ്വാഴ്ച 11 മാസത്തെ കാലാവധിയിൽ കടപ്പത്രം ഇറക്കി സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചു. റിസർവ് ബാങ്കിൽ നിന്നാണ് കടമെടുക്കുന്നത്. 10,000-ത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി കണ്ടെത്തി. ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. പലിശ സഹിതം ക്ഷേമ പെൻഷൻ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിന്നെ ഇവർ ജോലി നടപടി സ്വീകരിക്കുകയും ചെയ്യും. നടപ്പ് വർഷം ആകെ 37,512 കോടി കടമെടുക്കാൻ കേരളത്തിന് നേരത്തെ അർഹതയുണ്ടായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ക്രിസ്മസിന് മുന്നോടിയായി 2 മാസത്തെ പെൻഷൻ നേരത്തെ നൽകും എന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. 3,200 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത്. പെൻഷൻ വിതരണം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്ന് ഈ ആഴ്ച വ്യക്തമാകും. പെൻഷൻ വിതരണം മസ്റ്ററിങ് ചെയ്ത എല്ലാ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും. എല്ലാ മാസം 1 തൊട്ട് 20 വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ ഈ മാസം ഇന്നും അടങ്ങി എല്ലാവരുടെയും വീട് കയറി അന്വേഷണം ഒക്കെ പൂർത്തീകരിക്കാൻ ഒരുങ്ങി സർക്കാർ നടപടി സ്വീകരിക്കുകയാണ്. ഇന്നോ തുടർന്നുള്ള ദിവസങ്ങളിലോ പഞ്ചായത്ത് വകയും മുനിസിപ്പാലിറ്റി വകയും ആളുകൾ വീട്ടിലെത്തി നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാട് വിലയിരുത്തും. എന്നിട്ടാണ് പെൻഷൻ ഇനി തൊട്ട് നൽകുള്ളൂ. കർശന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ എന്നീ സെലിബ്രേഷൻ ഡേയ്സ് വരണം. വിവിധ ഇനത്തിൽ സർക്കാരിന് കോടികൾ ചെലവ് വരും. അതിനുവേണ്ടി കോടികൾ സർക്കാരിന് കണ്ടെത്തണം. ക്ഷേമ പെൻഷന്, വാർഷികകാല പെൻഷൻ, വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടി നിരവധി കോടിക്കണക്കിന് രൂപ സർക്കാരിന് ആവശ്യമുണ്ട്. ഓണക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വെച്ച് കേന്ദ്ര സർക്കാർ 4,000 കോടി അധികം കടമെടുക്കാൻ കേരള സർക്കാരിന് അനുവദിച്ചു. ക്ഷേമ പെൻഷന് വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരുന്ന നിമിഷത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഈ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബറിന് സഹായം. നിങ്ങളാണ് എൻ്റെ ശക്തി. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അറിവുകൾ.